Hi all, welcome back to my channel Unique Kids. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനൊന്നും ഇല്ലാതെ ഫ്രൈങ് പാനിൽ വെച്ചിട്ട് വെറും 3 മുട്ട ഉപയോഗിച്ചിട്ട് 1/200 വെയിറ്റ് വരുന്ന ഒരു വെഞ്ചോ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ 1 kg കേക്ക് ഉണ്ടാക്കാറുള്ളത് 4 മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു 3 മുട്ട വെച്ചിട്ട് ട്രൈ ചെയ്ത സമയത്തും 1/200 വെയിറ്റ് വരുന്നിട്ടുള്ള കേക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓവനൊന്നും ഇല്ലാതെ ഈ കേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ മൈദയാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് കുറച്ചൊരു പൊടിയും കുറച്ചൊരു ക്രിസ്റ്റൽസും ഉള്ള, അതായത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് ആ ഒരു പൾസ് ബട്ടൺ അമർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പൗഡറാക്കി എടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ട് വരും. നമ്മൾ ക്രിസ്റ്റൽസ് മാത്രം ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ നന്നായിട്ട് ഈ ഒരു ക്രിസ്റ്റൽസ് അതിൽ മെൽറ്റായി വരണമെന്നില്ല. പൗഡർ മാത്രം ചേർക്കുന്ന സമയത്ത് ഇതേപോലെ എഗ്ഗ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരികയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നല്ല പോലെ എഗ്ഗ് പൊങ്ങിയിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ 2 ബാറ്റർ ആക്കിയിട്ട് മാറ്റി കൊടുക്കുന്നത്. ഒരു ചോക്ലേറ്റ് കേക്കും അതേപോലെ തന്നെ ഒരു വാനില കേക്കുമാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഞാൻ 3 ലെയറായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്, 4 ലെയറായിട്ടല്ല. 4 ലെയറായിട്ട് ചെയ്യുമ്പോൾ ഇനിയും ഇതിൽ വെയിറ്റ് വരും, 1/400 വെയിറ്റ് വരും. അതുകൊണ്ടാണ് 3 ലെയറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വാനില കേക്ക് 1 ലെയറും ചോക്ലേറ്റ് കേക്ക് 2 ലെയറും ആക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വാനിലയ്ക്ക് ഒരൊറ്റ ലെയറിനുള്ള ബാറ്റർ ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓവനിൽ ബേക്ക് ചെയ്യാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്താൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ഫ്രൈങ് പാനിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഒരു ഫ്രൈങ് പാനിലാണ് വെക്കുന്നത്. അത് മറ്റേ കേക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ബാക്കിയുള്ള ബാറ്ററിലോട്ട് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. നമ്മളതിലോട്ട് പാലും കൊക്കോ പൗഡറും എക്സ്ട്രാ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്റർ കുറച്ചും കൂടെ അധികം കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് പാലൊഴിക്കരുത്, 2 ടേബിൾ സ്പൂണിലും അധികം പാലൊഴിക്കരുത്. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ കേക്ക് ഓവർ സോഫ്റ്റായി പോയിട്ട് വല്ലാണ്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടുള്ള 8 ഇഞ്ചിൻ്റെ ഒരു പാനിലോട്ടാണ് ഈ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വാനില കേക്ക് ബേക്ക് ആയതിന് ശേഷം ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ബാറ്റർ ഈ ഒരു പാനിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പാത്രം നമ്മൾ അടച്ച് വെക്കണം, എന്നാലേ ശരിക്കും അത് ബേക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാനിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈങ് പാനിൽ വെക്കുന്ന സമയത്ത് ഇത് പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു 30-40 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ഫ്ലെയിം കുറച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ ഈ കേക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരുപാട് ബാറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റിനുള്ളതൊക്കെ ഈ ഒരു കേക്ക് ബേക്കായിട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ നമ്മുടെ 2 കേക്കും ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1.25 കപ്പ് ക്രീമാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് ലെയറാണോ വെക്കുന്നത് ആ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാൽ വെച്ചിട്ടും നിങ്ങൾക്ക് കേക്ക് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യാം. നമ്മൾ സാധാരണ ഒരു ലെയറിന് എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്താൽ മതി. എക്സ്ട്രാ നമ്മൾ ക്രീം ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയർ വാനിലയുടെ സെക്കൻഡ് ലെയറും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറും ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 വാനില കേക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 വാനിലയ്ക്കുള്ള ബാറ്റർ ഒരു കേക്കിൻ്റെ ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു കേക്ക് ടീനിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ലെയറിലേക്കുള്ള ചോക്ലേറ്റ് കേക്ക് നമ്മൾ വേറൊരു ബാറ്ററിലും വെച്ച് കൊടുത്താൽ മതി. എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം മിനിമം ഒരു 1/2-3/4 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നാലേ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഗനാഷ് ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഗനാഷും നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമും ഒരുമിച്ച് ഒലിച്ചിറങ്ങി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗനാഷ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിരിക്കുന്നത് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ മേലെ ഭാഗം മാത്രമാണ് ചെയ്യുന്നത്, ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. ഫുള്ളായിട്ട് കവർ ചെയ്യാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ് വേണ്ടി വരും. അതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. അതിലോട്ട് ഒരു 1 ടീസ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു 30-40 സെക്കൻഡ് മൈക്രോവേവ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ അല്ലാതെ ഡബിൾ ബോയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്താലും നമുക്കിത് മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കേക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ചൊരു ഡ്രിപ്പ് ചെയ്ത് കണ്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലെ ഭാഗത്ത് എല്ലാ ഭാഗത്തും കൂടെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ ഡാർക്ക് ചോക്ലേറ്റ് ഇതേപോലെ ജസ്റ്റ് കുറച്ച് ഡ്രോപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വെഞ്ചോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു കോമൺ ഡിസൈനാണ്. ഇതാകുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് അങ്ങ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് പ്രത്യേകിച്ച് ഡിസൈനോ വരകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ ഡിസൈൻ തന്നെ ചെയ്യുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൽ മുഴുവനായിട്ടും ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു സിലിക്കൺ മോൾഡിൽ റെഡിയാക്കിയിട്ടുള്ള ഒരു ഡിസൈനും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സിലിക്കൺ മോൾഡ് ഒരു 250 രൂപയ്ക്ക് ഞാനൊരു 2 വർഷം മുമ്പൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഡെക്കറേഷൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫ്ലേവർ മാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് ഒരുപാട് മുമ്പ് വാങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും 3 എഗ്ഗ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1,200 വെയിറ്റ് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ വെയിറ്റും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഓവനൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഞ്ചോ കേക്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.